ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതെ ഒരു അടിപൊളി ഐറ്റം വന്നിട്ടുണ്ടോ. അതായത് നല്ല ചൂടല്ലേ ഇപ്പോഴേ. അപ്പോൾ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഐറ്റമാണ് പാൽ സർബത്ത്. അപ്പോൾ അതെ അതിനാവശ്യമായിട്ടുള്ള പാലൊക്കെ അത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് റെഡിയാക്കിയാലോ, വായോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഗ്ലാസ് എടുക്കാം, അതിലേക്ക് ഒരു 4-5 കഷ്ണം ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് കസ്കസാണ് കേട്ടോ. കസ്കസും പിന്നെ നമുക്ക് നന്നാരി സർബത്ത്. അപ്പോൾ ഈ സർബത്തോടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മധുരം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് തണുത്ത പാലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായി കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ അറിഞ്ഞൂടാത്ത കൂട്ടുകാർ വേണമെങ്കിൽ അതുവഴി നോക്കിയിട്ട് എന്തൊക്കെ സാധനം വേണമെന്ന് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കി ചെയ്യാം കേട്ടോ. സംഗതി ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്. നമ്മളെ വീട്ടിൽ പെട്ടെന്നൊരു ഈ ചൂട് സമയത്ത് കേട്ടോ, ഒരു പെട്ടെന്ന് ഇച്ചിരി ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ആദ്യം കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. വെറും 3 ചേരുവ വെച്ച് നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. നല്ല ഒരു എന്താ പറയുക, തണുപ്പും കാര്യങ്ങളൊക്കെ സെറ്റായി കിട്ടും. നമുക്ക് ഉണ്ടാക്കാനാണെങ്കിൽ അധികം സമയവും വേണ്ട കേട്ടോ. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകാരെ, നിങ്ങൾ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും വീഡിയോയിൽ നിങ്ങളിത് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ വീട്ടിൽ വരുന്ന ഗസ്റ്റിന് തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക കേട്ടോ. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെ മിൽക്ക് സർബത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഇതിൻ്റെ ഒന്ന് നോക്കി. അടിപൊളി. അപ്പോൾ കൂട്ടുകാരെ, സൂപ്പർ കേട്ടോ. നമുക്ക് ഈ ചൂട് സമയത്തെ കുടിക്കാനൊക്കെ പറ്റിയ അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. ആ കസ്കസും ഒക്കെ അടിപൊളി നല്ല സെറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ വേണ്ടി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.